വിശുദ്ധ പാന്തലിയോൺ. ദൈവത്തെ ആരാധിച്ച് സ്വന്തം മകന്റെ ജീവിതം തകർത്തവൻ. നിന്റെ ദൈവം നസറായനായ യേശു വിവാഹം കഴിച്ചിട്ടില്ല അത്രേ. ആ മനുഷ്യന്റെ മാന്ത്രിക വിദ്യയിൽ ആകൃഷ്ടയായ നീ നമ്മുടെ ഏകപുത്രനെയും ആ വഴിക്ക് നടത്തി. ദൈവദോഷം പറയരുത്. ഓർമ്മ വെച്ച കാലം മുതലേ നിങ്ങൾ ശാസ്ത്രത്തിന്റെ പുറകെയാണെന്നാണ് വെപ്പ്. പക്ഷേ ഈ പ്രകൃതിയുടെ നിയന്താവ് സർവശക്തനായ യഹോവയുടെ പുത്രൻ യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നതും വണങ്ങുന്നതും. നിന്റെ ഭ്രാന്ത് എന്നോട് പറയരുത്. എന്റെ പാരമ്പര്യം കാത്തു സംരക്ഷിക്കേണ്ട ഒരേ ഒരു പുത്രൻ പാന്തലിയോൺ വിശ്വാസം എന്ന കോപ്രായത്തിന്റെ പേരിൽ ബ്രഹ്മചാരിയായി ജീവിക്കുകയാണ്. അവന് പ്രായമേറി വരികയാണ്. അവന്റെ ജീവിതം അവൻ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. യേശുനാഥനും അങ്ങനെ ആയിരുന്നല്ലോ. ഓ, നിന്റെ ഒരു യേശുനാഥൻ ഇതുപോലുള്ള എത്രയോ തട്ടിപ്പുകാർ ദൈവമാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അതിലൊരാൾ മാത്രമാണ് നിന്റെ ഈ യേശുനാഥൻ. പക്ഷെ അവരാരും മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പത്നിയുടെ ദീനം മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ. എന്റെ ഔഷധങ്ങളും ചികിത്സാ രീതികളും ഫലം കണ്ടിരിക്കുന്നു. അതേപ്പാ, ചക്രവർത്തി വളരെ സന്തുഷ്ടനാണ്. എന്നെ അദ്ദേഹം കൊട്ടാരത്തിൽ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. മഹാറാണിയുടെ മാറാരോഗം സൗഖ്യമായതിനു പിന്നിൽ കർത്താവായ യേശു നിന്നിലൂടെ ഒരുക്കി തന്ന അനുഗ്രഹവും ഔഷധവുമാണ്. നിന്റെ ചികിത്സ ഫലം കാണുന്നതിനായി ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടങ്ങി അവളുടെ ഒരു ദൈവം. ദൈവമല്ല, ശാസ്ത്രവും ഔഷധവുമാണ് ഇവിടെ വിജയിച്ചത്. പിന്നെ എന്റെ പുന്നാരമോന്റെ കൈപുണ്യവും. അപ്പ ദൈവദോഷം പറയല്ലേ. എന്നേക്കാൾ പ്രഗത്ഭരായ എത്രയോ ഭിഷഗ്വരന്മാർക്ക് സാധിക്കാത്തതാണ് എനിക്ക് സാധിച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും കാരുണ്യവും കൊണ്ട് തന്നെയാണ്. എനിക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോകേണ്ടത്. ഈ ഒരു സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്നെ അനുഗ്രഹിക്കും. രാജാതിരാജൻ രാജഗംഭീരൻ ഡയക്ലീഷ്യൻ ചക്രവർത്തി എഴുന്നള്ളുന്നു. പ്രമുഖരായ സഹപ്രവർത്തകരെ, ഗുരുക്കന്മാരെ, നാം ഇന്ന് ഏറെ സന്തുഷ്ടനാണ്, ആഹ്ലാദഭരിതനാണ്. കാരണം നമ്മുടെ പ്രിയപത്നി ആർട്ടീമസ് മഹാറാണിയുടെ ആരോഗ്യവും ജീവനും തിരിച്ചു കിട്ടിയിരിക്കുന്നു. നാനാ രാജ്യങ്ങളിലെ ഭിക്ഷഗ്വരന്മാർ
രാജ്ഞിയെ ചികിത്സിച്ചെങ്കിലും അവരുടെയൊന്നും ഔഷധങ്ങൾ മഹാറാണിയുടെ ദീനം തീർക്കാൻ പോകുന്നതായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഉറ്റത്തോഴൻ മാക്സിമിയൻ രാജാവിന്റെ കൊട്ടാരം ഭിക്ഷകരൻ പാന്തലിയോണിന്റെ ഔഷധങ്ങൾ മഹാറാണിയിൽ ഫലം കണ്ടിരിക്കുന്നു. മഹാറാണി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ആരെവിടെ? സകല മര്യാദകളോടും കൂടെ പാന്തലിയോണിനെ ഈ രാജസദസ്സിലേക്ക് ആനയിച്ചു കൊണ്ടുവരൂ. ഉത്തരം. പ്രമുഖ വ്യക്തികളെ, എന്റെ സ്നേഹനിധികളായ പ്രജകളെ, നിങ്ങളെ ഏവരെയും സാക്ഷി നിർത്തി പാന്തലിയോൺ എന്ന ഈ മിടുമിടുക്കനായ ഭിക്ഷകരനെ നമ്മുടെ കൊട്ടാരം ഭിക്ഷകരനായി നാം പ്രഖ്യാപിക്കുന്നു. ആരവിടെ? കൊട്ടാരം നർത്തകിമാരുടെ പ്രകടനം തുടങ്ങട്ടെ. നമ്മുടെ സാമ്രാജ്യം ഇന്ന് ആനന്ദ നൃത്തത്തിൽ ആറാടട്ടെ. ഡയക്ലേഷ്യൻ ചക്രവർത്തി ഇടാൻ വാഴട്ടെ. വരിക വരിക സർവ്വ സൈന്യാധിപൻ കൊർണേലിയസ്, എങ്ങനെയായിരുന്നു നമ്മുടെ സാമ്രാജ്യത്തിലെ നിങ്ങളുടെ പര്യടനം? മഹാരാജൻ, അങ്ങനെ വരമേൽപ്പിച്ച ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങയുടെ സാമ്രാജ്യാതിർത്തിക്കുള്ളിൽ 30,000-ഓളം വരുന്ന ക്രിസ്ത്യാനികളെ നമ്മുടെ സൈന്യം കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു. കണ്ണിൽ കണ്ട ക്രിസ്തീയ ദേവാലയങ്ങൾ അടച്ചു പൂട്ടുകയും തിരുവഴുത്തുകൾ കത്തിക്ക് ചാമ്പലാക്കുകയും ചെയ്തു. അനുസരണ ലേശമില്ലാത്ത കൂട്ടങ്ങളാണ്. ഇന്ന് തന്നെ 300-നടുത്ത് ക്രിസ്ത്യാനികളെ നമ്മുടെ സൈന്യം ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റിയിട്ട് പോകും. മനുഷ്യ മനസ്സിൽ വിഷം വിതയ്ക്കുന്ന ക്രിസ്ത്യാനികൾക്ക് നമ്മുടെ സാമ്രാജ്യത്തിൽ ചികിത്സ നിഷിദ്ധമാണ്. ഇവറ്റകൾ ചികിത്സ കിട്ടാതെ നരകിച്ചു മരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട കർത്തവ്യം പാന്തലിയോൺ നിങ്ങളുടേതാണ്. നിങ്ങളെ നാം വിശ്വസിക്കുന്നു. കൊട്ടാരത്തിലെ വഴിപിഴച്ച ജീവിത രീതിയിൽ പാന്തലിയോൺ ആകൃഷ്ടനാകുന്നു. ക്രിസ്തീയ വിശ്വാസവും ഭക്തയായ തൻ്റെ അമ്മയോടുള്ള ആദരവും മനസ്സിനുള്ളിൽ നിറഞ്ഞിരുന്നതിനാൽ ഭാവി ജീവിതം ഏത് വഴി നീങ്ങണമെന്ന ചിന്ത പാന്തലിയോണിൽ അസ്വസ്ഥതയുളവാക്കി. ഫെലിക്സ് വന്നില്ല. ഇവിടെ ധാരാളം ജോലി കിടക്കുന്നുണ്ടോ? ഫെലിക്സിന്റെ മകന് കൊട്ടാരത്തിൽ ജോലി കിട്ടി.
അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുള്ളതിനാൽ അല്പം വൈകുമെന്ന് പറഞ്ഞിരുന്നു. ആ, ഫെലിക്സ് എന്ത് പറ്റി? ഗുരു, ഇതെന്റെ മകൻ ലൂയിസ്. ഇവന് കൊട്ടാരത്തിൽ മേൽനോട്ടക്കാരൻ ജോലി കിട്ടി. കുറച്ച് വസ്ത്രങ്ങളും മറ്റും വാങ്ങിക്കാൻ കുറച്ച് പണം ആവശ്യമായിരുന്നു. എങ്ങും ശരിയായില്ല. കുറച്ച് പണം നിന്ന് സഹായിക്കുമോ? നിന്റെ കീഴിൽ ജോലി നോക്കുന്ന ഫെലിക്സിനും മകൻ ലൂയിസിനും ദൂരത്തടിക്കാൻ പാർലിയോന്റെ പണം കൊള്ളാം. ഇവരൊക്കെ ഇതിലൊന്നും ചൂഷണമില്ല. അവർ കടമായി ചോദിക്കും, പണം കയ്യിൽ വരുമ്പോ തിരികെ തരുമല്ലോ. തിരികെ തരുമല്ലോ. ഫെലിക്സ് നിന്റെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പ് എത്രയോ പണം കടമാക്കിയിരിക്കുന്നു. അല്പം പോലും തിരികെ തന്നില്ലല്ലോ. ഇല്ല, പണ്ടിനും തരില്ല. അത് പ്രാരാബ്ദം കൊണ്ടല്ലേ. തരും, തരാതിരിക്കില്ല. തരും. ആന്തരിയോ, നീ നിന്റെ നിലയും വിലയും കളഞ്ഞു കൊടുക്കരുത്. അവനും കുടുംബത്തിനും തൂർത്തടിക്കാനാണ് ഈ പണം. നീ പണം കൊടുത്തോളൂ, പക്ഷേ തക്കതായ പലിശ കൃത്യമായി വാങ്ങണം. എന്നാലേ മുതൽ തിരിച്ചു തരേണ്ടതെന്ന ചിന്ത അവർക്കുണ്ടാകുകയുള്ളൂ. നീ അവരെ സഹായിക്കും, പലിശ ഈടാക്കും. അപ്പോ അവർക്ക് ബഹുമാനം വർദ്ധിക്കും. എനിക്ക് ധാരാളം സ്വത്തുവകകളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പലിശ? നിനക്കുള്ള സ്വത്തുവകകൾ നിനക്ക് ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അല്ലാതെ നിന്നെ ചൂഷണം ചെയ്യുന്നവർക്കുള്ളതല്ല. നീ സ്വയമേ സമ്പാദിക്കൂ, അത് വർദ്ധിപ്പിക്കൂ പാന്തലിയോൻ. ഒരേ ഒരു ജീവിതം, അത് ആസ്വദിക്കാനുള്ളതാണ്. അതിന് പണം ധാരാളം ആവശ്യമുണ്ട്. പണം സമ്പാദിക്കൂ, ജീവിതം ആസ്വദിക്കൂ, ജീവിതം ആസ്വദിക്കൂ. ഫെലിക്സ്, ഇതിനു മുൻപ് താൻ എന്റെ കയ്യിൽ നിന്നും എത്ര പണം കടം വാങ്ങിയെന്ന് വല്ല ബോധ്യമുണ്ടോ? ബോധ്യമുണ്ടല്ലോ. എന്നാ ഇപ്പോഴുള്ള ആവശ്യത്തിലുള്ള പണവും ഞാൻ തരാം. പക്ഷെ ഇതുവരെ വാങ്ങിയതിനും ഇനി വാങ്ങാനിരിക്കുന്നതിനും എനിക്ക് ഈട് തരണം. എല്ലാ 30 ദിവസം കൂടുമ്പോഴും കൃത്യമായി പലിശ തരികയും വേണം. സമ്മതമാണോ? സമ്മതമാണ്. അപ്പോ പണയ വസ്തുവായി വീടും പുരയിടവും എനിക്ക് എഴുതി തരണം. പലിശ തെറ്റിയാൽ കൂട്ടുപലിശയാകും. പിന്നെ പലിശയും മുതലും കൂട്ടുപലിശയും എല്ലാം ചേർത്ത് തുക വലുതായാൽ ആ വസ്തു എന്റേതായി മാറും. എന്തു പറയുന്നു? അങ്ങനൊന്നും സംഭവിക്കില്ല. എനിക്ക് മകന് ജോലി ഉണ്ടല്ലോ, എല്ലാം കൃത്യമായി തന്നുകൊള്ളാം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ പാന്തലിയോൺ ക്രൂരത കാണിച്ചെന്ന് പറഞ്ഞു നടത്തരുത്. സെൽസസ്, സന്തോഷമായല്ലോ. പലിശ കൃത്യമായി തരണം. സെൽസസ്, കണക്ക് വെച്ചു. ആ, എല്ലാവരും ശ്രദ്ധിക്കുവില്ല. നമ്മൾ ഇന്നു മുതൽ സൗജന്യ ചികിത്സ നിർത്തി ചികിത്സക്ക് പണം വാങ്ങുകയാണ്. അമലിയൻ, പുറത്ത് വരി നിൽക്കുന്നവരോട് പണം കയ്യിലില്ലാത്തവരോടൊക്കെ തിരികെ പോയി കളണം. അത് പിന്നെ ഗുരു, അങ്ങേ വിശ്വസിച്ചാണല്ലോ അവരൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ? അമലിയൻ, പറഞ്ഞതനുസരിക്ക്. ഔഷധവും മറ്റും വെറുതെ കിട്ടുന്നതല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഞാൻ ശമ്പളം കൃത്യമായി തരുന്നുണ്ടല്ലോ അല്ലേ? എന്റെ കുടുംബ സ്വത്ത് വല്ലവനും വേണ്ടി കളഞ്ഞു കുടിക്കുന്നത് ഞാൻ അങ്ങ് നിർത്തി. ഗുരു, സെൻസസ്, പലിശ തരാനുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്നും അത് ഈടാക്കി കണക്ക് കൃത്യമായി വെക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇന്നലെ വരെ എത്ര പേരുടെ സ്വത്തുവകകൾ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് ചേർന്നു? 13 പേരുടെ സ്വത്തുവകകൾ കണ്ടുപറ്റി. അവരെയൊക്കെ അവിടെ നിന്നും പുറത്താക്കിയല്ലോ അല്ലേ? അല്ല, ആ ഫെലിക്സ് ഈടെയായി ജോലിക്കൊന്നും വരുന്നില്ലല്ലോ. അവൻ പലിശ കൃത്യമായി തരുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ ഗുരു, ഈ ഫെലിക്സിന്റെ മകന്റെ കൊട്ടാരത്തിലെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ ഈയിടെയായി അയാളുടെ ഭാര്യയ്ക്കും അത്ര സുഖം പോലെ. എല്ലാം കൂടി ആയപ്പോൾ അയാൾ ഇത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലാണ്. പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്ന് തുക വളരെ വലുതാണ്. ഓ, അപ്പൊ അങ്ങനെ. അപ്പൊ പിന്നെ ഒന്നും നോക്കണ്ട. ഫെലിക്സിന്റെ സ്വത്തുവകകളും നമ്മുടെ സമ്പാദ്യത്തിലേക്കൊക്കെ ചേരട്ടെ.
ആരിത് ലൂസിയോ? മോളെ അത്തീന, അമലിയൻ വന്നില്ലേ? അമലിയനെ ഗുരു ഒരു കാര്യം ഏൽപ്പിച്ച് പുറത്തു പോയി. പെട്ടെന്ന് വന്നേ. ആ ഗുരു, ഇതെന്റെ ഭാര്യ ലൂസിയ, മകൾ അദീന. ഗുരു, അത്യാവശ്യമായി ഒന്ന് ചന്തയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ? ശരി, പോയിക്കോളൂ. ഗുരു വാങ്ങോ. പാന്തലിയോൻ, നീ ആളൊന്ന് എടുക്കലാണല്ലോ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കാനുള്ളതാണെന്ന്. പക്ഷെ അവൾക്ക് ഭർത്താവും മകളും പക്ഷെ എന്ത് കാര്യം, അവൾക്ക് എന്നോടാണല്ലോ ഇഷ്ടം. അമലിയൻ എന്റെ വിശ്വസ സഹപ്രവർത്തകൻ, പിന്നെ കുടുംബിനിയെ പ്രാപിക്കും. പാവമോ? എന്താ പാന്തലിയോൻ, ഇതിലൊക്കെ എന്ത് പാവമിരിക്കുന്നു? ഇഷ്ടപ്പെട്ടവർ ചേരുന്നോടത്ത് പൊതു സംഗീതമുണരും. ഈ ലോകത്ത് സർവ്വസാധാരണമായി കാണുന്ന പ്രക്രിയയാണത്. പിന്നെ ആ അമലിയൻ, അവനൊരു പൊട്ടനാണ്, കഴിവില്ലാത്ത പൊട്ടൻ. പക്ഷെ ഞാനിതെങ്ങനെ അവളോട് അവതരിപ്പിക്കും? നീ അവളോട് സംസാരിക്കും. പിന്നെ ഈ സ്ത്രീകളുടെ ബലഹീനതയെ പിടിച്ചങ്ങ് കയറണം. അവൾ പാചകം ചെയ്യുന്ന ഭക്ഷണം തീരമാണെന്നും മറ്റാർക്കും ഇത്രയും നന്നായി പാചകം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളെ അങ്ങ് പുകഴ്ത്തണം. വേറെ എന്തെങ്കിലും? അവളുടെ സൗന്ദര്യം നന്നായി വർണ്ണിക്കും. അവള് വീണിരിക്കും. സൗന്ദര്യത്തെ പുകഴ്ത്തിയാൽ ഇല്ലാത്ത സ്ത്രീകളുണ്ടോ? അമലിയൻ, ഗുരു. ആ അമലിയൻ, ഇന്ന് ഫെലിക്സിന്റെ വീടും പുരയിടവും കണ്ടു കെട്ടുകയാണ്. കച്ചവടത്തിൽ മുഖം നോക്കേണ്ടതില്ല. ഫെലിക്സിനെയും കുടുംബത്തെയും അവിടെ നിന്നും പുറത്താക്കുന്ന നടപടിയിൽ ഇവരെ സഹായിക്കേണ്ടത് അമലിയന്റെ ഉത്തരവാദിത്വം. അമലിയൻ, പോയിക്കോളൂ. ഗുരു, ലൂസിയ, ലൂസിയ. അതെന്താ അവരോടൊപ്പം പോകാതെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? സത്യത്തിൽ ഞാൻ നിന്നെ കാണാനും സംസാരിക്കാനുമാ ഇവിടെ വന്നത്. അല്ല, മകള് കത്തുന്നു. ഇല്ല, അവൾ കുട്ടികളോടൊപ്പം കളിക്കാൻ പോയിരിക്കുകയാണ്. വരാൻ വൈകും. അപ്പൊ ഞാൻ കൃത്യസമയത്താണ് എത്തിയതല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണ്. ഓ, സുന്ദരി പോലും. ഞാനൊരു സത്യം പറഞ്ഞതാണ്. എന്താ സത്യം പറയുന്നത് ഇഷ്ടമല്ലെന്നുണ്ടോ? അങ്ങനെയല്ല, അന്ന് കുറെ സുന്ദരിമാരെ കണ്ടിട്ടുണ്ടോ? സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന കണ്ണുകളാണ് എന്റെ. അതാ പറഞ്ഞത്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി നീ തന്നെ. എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഓ, ഇതിൽ രഹസ്യമൊന്നും ഇല്ലെന്നേ. ഇത് പാരമ്പര്യമായി കിട്ടിയതാ. എന്റെ അമ്മയും സുന്ദരിയായിരുന്നു. ഓ, പാരമ്പര്യം. അതാ സൗന്ദര്യത്തിന്റെ രഹസ്യം. ആ സൗന്ദര്യം നുകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴോ? അമലിയൻ വന്നാലോ? അമലിയൻ പെട്ടെന്നൊന്നും വരില്ലെന്നേ. അവൻ വരാൻ അല്പം വൈകും. എന്നാലും എനിക്കൊരു പേടി. എന്തിന്? ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാനിതാ വന്നു. ആരെയും വിശ്വസിക്കാനാകാത്ത അവസ്ഥ. സത്യത്തിൽ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവളോട് മകളെയും കൂട്ടി ചന്തയിലേക്ക് പോകാൻ പറയാം. ആരാണോ എന്റെ മകളുടെ അമ്മ? ഇതാണോ അവൾ? ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ ഭാര്യ? മറ്റേയാൾ എന്റെ ഗുരു, എന്നെ വൈദ്യം പഠിപ്പിച്ചിരുന്നയാൾ, എന്റെ സ്നേഹിതൻ. എന്നാലും അയാൾ എന്നോട് എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു.
ലൂസിയ, ഈ വഞ്ചന എനിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. പക്ഷെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എങ്കിലും നീ മനസ്സിലാക്കിയിരുന്ന എന്റെ കുറവുകൾ നിനക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. മോനെ! മോനെ പാതിരിയോ! അമ്മേ 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 മോനെ! അമ്മേ കർത്താവായ യേശുവിനെ മറന്ന് ജീവിക്കുകയാണോ? അമ്മേ ഈ നാട്ടിൽ ഒരാൾക്ക് പോലും നിന്നെ പറ്റി നല്ലതൊന്നും പറയാനില്ലല്ലോ. സഹജീവികളോടുള്ള കരുണ നിന്നെ നീ തിരിച്ചു വരണം. കരുണയും സ്നേഹവും യേശുവിൽ വിശ്വസിക്കും ക്രിസ്ത്യാനിയായ എന്റെ മോൻ തിരിച്ചു വരണം. നമ്മുടെ അമലിയൻ വീട്ടുപറമ്പിലെ മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. മരിച്ചതോ? സ്വത്തുവകൾ നഷ്ടപ്പെട്ട് വഴിയാധാരനായ ഫെലിക്സിന്റെ മാനസിക നില തെറ്റി. അയാൾ ഒരു മുഴു ഭ്രാന്തനായിരിക്കുന്നു. അയാളുടെ മകൻ ലൂയിസിനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ലൂയിസ് മരണാസന്നനാണ്. എല്ലാറ്റിനും കാരണം നീയാണ് പാന്തലിയാണ്. നീയാണ് അയ്യോ, ഞാനാണോ കാരണം? എന്റെ അപ്പൻ മരിച്ചു പോയി മാമ. എന്റെ അമ്മ എങ്ങോട്ടോ പോയി മാമ. ഞാൻ അനാഥയാണ് മാമ. ഞാൻ അനാഥയായ മാമ. പണം വേണമല്ലേ? പണം എത്ര വേണം? ഒരു ചാക്കോട്, ഒരു കുന്തം വേണമല്ലേ? പണം മതിയായില്ലേ? ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്തു. എന്നെ പോലുള്ളവർ ഈ ലോകത്തിനൊരു ഭാരമാണ്. പക്ഷേ
എന്റെ മകൾ അനാഥയായി. നീ കാരണം കണ്ടില്ലേ എന്റെ അവസ്ഥ? എന്റെ അപ്പന്റെ പൊന്നുപോലെ എന്നിട്ട് ആ അപ്പനാണ് എന്നെ ഇങ്ങനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. നീയാണ് അതിന് കാരണം. എനിക്കറിയാം, പക്ഷേ ഈ മുറിവുകളിൽ മരുന്ന് പുറപ്പെട്ടെ പറയൂ, ആരാണ്? എന്നെ നന്നായി അറിയാം പാന്തലിയോൺ. ഞാൻ നീ വിശ്വസിച്ചിരുന്ന യേശുവാണ്. അയ്യോ ഈശോയെ, ഈശോയെ! ഇവരെ ഓരോരുത്തരെയും നീ പീഡിപ്പിച്ചപ്പോൾ മുറിവുകൾ ഉണ്ടായത് എന്റെ ഈ ദേഹത്താൽ. ഔഷധത്താൽ ഉണങ്ങാത്ത മുറിവുകളാണിവ. അയ്യോ പാപം ചെയ്തു. ഞാനെന്ത് ചെയ്യണം? നിന്റെ പശ്ചാത്താപം എന്റെ ഉള്ളിലെ വേദനകൾ ശമിപ്പിക്കുന്നു. എന്നാൽ ഈ മുറിവുകൾ ഉണങ്ങണമെങ്കിൽ നീ പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തമാണ് ഇതിന് പരിഹാരം. അങ്ങ് എന്തിനാണ് ഇത്രയും അസ്വസ്ഥനായിരിക്കുന്നത്? ഈ ക്രിസ്ത്യാനികളെ വകവരുത്തുന്നതും അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കുന്നതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ആ പാന്തല്യോണിനെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ. എന്തൊക്കെയാണ് അവൻ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയത്? വിഷുക്കരൻ എന്ന നിലയിൽ പ്രശസ്തിയിലേക്ക് ഉയർന്ന പാന്തലിയോൺ അവന്റെ അമ്മയുടെ മരണശേഷം ക്രിസ്തുമത പ്രചാരകനായി പരിണമിച്ചു. മഹാരാജൻ അവൻ യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ജന്മനാന്തനായി ഒരുവനെ സുഖപ്പെടുത്തി. പൊതുജന മധ്യയായിരുന്നു അവന്റെ ആ മാന്ത്രിക വിദ്യ. അതിന് സാക്ഷികളായ പലരും ഇന്ന് ക്രിസ്ത്യാനികളായി മാറി. ക്രിസ്തുവാണ് യഥാർത്ഥ വൈദ്യൻ എന്നാണ് അവരുടെ മുദ്രാവാക്യം. നിരീശ്വരവാദിയായി അവന്റെ അപ്പൻ പോലും ക്രിസ്ത്യാനിയായ ശേഷമാണ് മരണമടഞ്ഞത്. ആ മനുഷ്യന്റെ സ്വത്തുവകകൾ മുഴുവനും ദരിദ്രർക്കും അനാഥർക്കും ഈ പാന്തലിയോൺ വീതിച്ചു നൽകി. യേശു ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും യഥാർത്ഥ മാതൃകകൾ കാണിക്കുകയാണ് താൻ എന്നാണ് അവന്റെ പക്ഷം. പ്രഭു, നമ്മുടെ സാമ്രാജ്യം മുഴുവൻ ഈ യേശുവിന്റെയും പാന്തലിയോന്റെയും നാമം ശക്തമായി അലയടിക്കുകയാണ്. ഇനിയും ധാരാളം. പറയൂ, അവന്റെ കഥ കഴിഞ്ഞോ? മഹാരാജൻ, അങ്ങനോട് ക്ഷമിക്കണം. കൊടിയ പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടും അവൻ അതെല്ലാം അതിജീവിക്കുകയാണ്. അവനെ ഞങ്ങൾ കലവറയിലെ തീക്കുണ്ടത്തിലെറിഞ്ഞു. എന്നാൽ ഞങ്ങൾ അറിയാത്ത മറ്റൊരാൾ അവനോടൊപ്പം തീയിൽ വീഴുകയും തീ അണയുകയും ചെയ്തു. പാന്തലിയോണിന് ഒന്നും സംഭവിച്ചില്ല. മറ്റൊരാൾ? ആരാണവൻ? അവനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ പറയുന്നത് അത് അവന്റെ യേശുവാണ്. പിന്നീട് ഞങ്ങൾ അവനെ ഒരു വലിയ കല്ലിൽ കെട്ടിവരിഞ്ഞു കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ കല്ല് കടലിൽ കാണില്ല. അവൻ കല്ലിന് മുകളിൽ ഒന്നും സംഭവിക്കാതെ അങ്ങനെ കിടന്നു. എന്തൊക്കെയാണിത്? അവനെ ഞങ്ങൾ വന്യമൃഗങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ വന്യമൃഗങ്ങളൊക്കെയും അവന്റെ അനുഗ്രഹത്തിനായി വരി വരിയായി നിൽക്കുകയായിരുന്നു. പിന്നെയും പലതും. മതി, നിർത്ത്. അവനെ ഇവിടെ ഹാജരാക്കൂ. അവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പാന്തലിയോൺ, നീയും
നിന്റെ ഒരു ക്രിസ്തു രോഗികൾക്ക് ചികിത്സ നൽകി പണവും പ്രശസ്തിയും നേടുന്നതിന് പകരം നീ നമ്മുടെ റോമാ സാമ്രാജ്യത്തിന്റെ മണ്ണിൽ ചെപ്പടി വിദ്യകൾ കാണിച്ച് നമ്മുടെ പ്രജകളെ വഴി തെറ്റിച്ചിരിക്കുന്നു. ഞാൻ എന്റെ നാഥനായ ക്രിസ്തുവിന്റെ വചനമാണ് പ്രഘോഷിക്കുന്നത്. ക്രിസ്തീയത എന്നത് തന്നെ അന്ധവിശ്വാസമാണ്. ധാരാളം പേർ നിന്നെ വിശ്വസിച്ച് അന്ധവിശ്വാസത്തിന്റെ കൊടുമുടിയായ ക്രിസ്തുമതം സ്വീകരിച്ച് ജീവൻ വെടിഞ്ഞിരിക്കുന്നു. നമ്മുടെ സാമ്രാജ്യത്തിൽ മതപരിവർത്തനത്തിനുള്ള അവകാശമില്ലെന്ന് അറിഞ്ഞുകൂടെ? വചനത്തിലൂടെ പ്രകൃതിയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ കർത്താവ് എന്റെ യേശുനാഥൻ. ഭൂമിയിലെ അതിരുകളും വരമ്പുകളും നിങ്ങൾക്കുള്ളതാണ്, സൃഷ്ടാവിനതില്ല. ഇതെന്റെ മണ്ണാണ്, എന്റെ കർത്താവാണ് അതിനുടിയോൻ. ഇവിടെ മതപരിവർത്തനം പാടില്ലെന്ന് ആജ്ഞാപിക്കാൻ ഹേ മനുഷ്യ അധികാരം. ഞാൻ രക്ഷയുടെ സുവിശേഷമാണ് പറയുന്നത്. ഭരണാധികാരികളുടെ മതഭ്രാന്തിനെതിരെ മരണം വരെ ഞാൻ പോരാടും. ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കേട്ടില്ലേ അവന്റെ അധിക പ്രസംഗം? ഞാൻ നിനക്കൊരു അവസരം തരാം. റോമാ നഗരത്തിലെ പ്രജകൾക്ക് മുമ്പിൽ നിന്റെ മരപ്പണിക്കാരനായ യേശുവിനെ നീ തള്ളി പറയാൻ തയ്യാറായാൽ നിന്നോട് നാം ക്ഷമിക്കാം. നീ പിച്ച തരുന്ന ആയുസിനേക്കാൾ മേൽ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതം കൊണ്ട് മാത്രമല്ല, മരണം കൊണ്ടും എന്റെ നാഥനെ പ്രഘോഷിക്കാൻ. ഈ നികൃഷ്ട ജീവിയെ മർദ്ദിച്ച് അവസാനാക്കൂ. ദൈവജനത്തിനെതിരെ സകല ദുഷ്ടതകളും പ്രവർത്തിക്കുന്ന ഡയക്ലീഷ്യൻ നീയും നിന്റെ കിങ്കരന്മാരും കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞങ്ങൾ പീഡനമേൽക്കുന്നത് സ്നേഹവും കരുണയും മുഖമുദ്രയാക്കിയ ക്രിസ്തുനാഥന് വേണ്ടി. എനിക്കൊരു കാര്യം അറിയിക്കേണ്ടത്. എന്താണത്? മുറിവേറ്റ് അനേകരുടെ മുറിവുണക്കിയ വിഷഗ്വരനാണ് ഞാൻ. ഇവിടുത്തെ ഒരു പീഡനമുറിയും എന്നെ തളർത്താൻ പോകുന്നതല്ല. അതുകൊണ്ട് ഒറ്റ വെട്ടി എന്റെ തലയറുത്ത് തന്നെ ഇല്ലാതാക്കണം. കൊള്ളാം നിന്റെ ആഗ്രഹം. നിനക്ക് വേദന അറിയാതെ മരിക്കണമല്ലേ? കൊർണേലിയൂസ്, ഇവനെ മർദ്ദിച്ച് അവശനാക്കി അവന്റെ ആഗ്രഹം പോലെ ഒറ്റ വെട്ടിന് കഥ കഴിക്കൂ. നിനക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നുണ്ടോ? ശാപിക്കപ്പെട്ട നീചന്മാരെ, ഈ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കുന്നു. പ്രപഞ്ചത്തിന്റെ അധിപൻ എന്നെ പോലെ പീഡനമേറ്റ് മരിച്ചവരെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർന്നു. അവിടുത്തെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ. നിനക്ക് അവസാനമായി മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. സഹോദരരെ, വിശ്വാസികളെ, യുവാക്കളെ, ഇത് നിങ്ങളുടെയും മണ്ണാണ്, രാജ്യമാണ്. ഏത് മതത്തിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളല്ല, നാം ഓരോരുത്തരുമാണ്. നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ. അവിടുത്തെ പാത പിന്തുടർന്ന് ക്രിസ്ത്യാനികളായി ജീവിക്കുവിൻ. ക്രിസ്തു വിശ്വാസികളായി മാറുവിൻ.